പിണറായിയുടെ സെഞ്ചുറി മോഹത്തെയും കേരയിൽ സ്വപ്നങ്ങളെയും ക്ലീൻ ബൗൾഡാക്കിയ ഉമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. പിണറായിയുടെ വാക്കുകൾ നെഞ്ചിലേറ്റി ജനങ്ങൾ ആത്മാർത്ഥതയോടെ തന്നെ കുത്തി. അങ്ങനെ ഒരു മാസം നീണ്ടുനിന്ന പിരിമുറുക്കങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമ തോമസിന് മിന്നുന്ന വിജയം. പരമ്പരാഗതമായി തൃക്കാക്കര വെച്ചു പുലർത്തുന്ന വലതുപക്ഷ ആഭിമുഖ്യ നിലപാടുകൾ അവർ ഇക്കുറിയും ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലാകും. കാരണം എതിരാളികളെ നിഷ്പ്രഭമാക്കിയ ചരിത്ര ഭൂരിപക്ഷമാണ് ഉമ്മ നേടിയത്. കേവലം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാതെ, വിവാദങ്ങളൊന്നും ഉയർത്താതെ, ആകസ്മികമായി വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ ഭർത്താവ് PT തോമസ് പര്യവിശേഷിപ്പിച്ച സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടി വോട്ട് ചോദിച്ചു നേടിയ ഉജ്ജ്വലമായ വിജയം വാക്കുകൾക്ക് അപ്പുറം തന്നെയാണ്. 1,00,000 ലക്ഷം വോട്ടിന്റെ മിന്നുന്ന ജയം PT തോമസ് നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷമാണ് എന്നോർക്കണം. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഉമ്മയെ പിന്നിലാക്കാൻ ഡോക്ടർ ജോയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടതരുടെ അച്ചാരം പറ്റി ആദ്യം മുതൽ വളർത്തി വലുതാക്കിയ കോൺഗ്രസിനോട് എടഞ്ഞു നിന്ന KV തോമസ് ഉണ്ടാക്കിയ കുലദ്രോഹപരമായ പൊല്ലാപ്പുകളും നാണം കെട്ട മലക്കം മറിച്ചിലുകളും ചില സീറ്റ് മോഹികളുടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കലും ഉമ്മയ്ക്കെതിരെ ഏറ്റില്ലെന്ന് മാത്രമല്ല, പലതും ഉമ്മയ്ക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. കേരള നിയമസഭയിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ തീരുമാനങ്ങൾക്ക് അനുകൂലമായി കൈപൊക്കുന്നവരുടെ എണ്ണം എങ്ങനെയെങ്കിലും 100-ലെത്തിക്കാമെന്ന സെഞ്ചുറി മോഹവുമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഗോതയിലിറങ്ങിയ ഇടതുപക്ഷത്തിന് തുടക്കം മുതൽ തന്നെ പാളിച്ചകളായിരുന്നു. കേരളിന്റെ മുന്നണി പോരാളിയായിരുന്ന അഡ്വക്കേറ്റിനെ മാറ്റിയെടുത്ത് നിന്ന് തുടങ്ങി പാളിച്ചകൾ. വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് സഭയുടെ സ്ഥാനാർത്ഥി എന്ന പ്രതീതിയുണ്ടാക്കി ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോയെ ഇറക്കി. CPMന്റെ പതിവ് രീതികളിൽ നിന്നൊക്കെ അമ്പെ മാറ്റം വരുത്തി ഒരു ക്രൈസ്തവ ആശുപത്രിക്കുള്ളിൽ സെറ്റിട്ടു. CPMനായി മത്സരിച്ചത് ഡോക്ടർ ജോ ജോസഫ് ആയിരുന്നുവെങ്കിലും പിണറായി തന്നെയായിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്യാപ്റ്റൻ. കേരളത്തിന് ആവശ്യമില്ലാത്ത കേരയിൽ എന്ന പദ്ധതിക്ക് വേണ്ടി പാവപ്പെട്ടവന്റെ അടുക്കളയിലും തിണ്ണയിലും കയറി മഞ്ഞക്കല്ലിട്ടവർ. ആ കല്ലെല്ലാം തൽക്കാലത്തേക്ക് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടായിരുന്നു വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചത്. അതിനുവേണ്ടി അവർ കപട സൗമ്യതയുടെ മുഖം മൂടി അണിഞ്ഞിരുന്നു. പിണറായി ക്യാപ്റ്റന്റെ കീഴിൽ ചിട്ടയോടുകൂടി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ പട്ടാള ചിട്ടയിലായിരുന്നു. ഓരോ 30 ബൂത്തിനും പ്രചാരണം നയിക്കാൻ ഒരു മന്ത്രി, ഒരു സെക്രട്ടേറിയറ്റ് അംഗം, 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൊത്തം ചുമതല മന്ത്രി P രാജീവിനായിരുന്നു. അതിനു പുറമെ സ്വരാജിന് ഏകോപന ചുമതലയും നൽകിയിരുന്നു. ഓരോ മന്ത്രിയും പരമാവധി വീടുകൾ കയറിയിറങ്ങി. ക്രൈസ്തവ മന്ത്രിമാർ കന്യാസ്ത്രീ മഠങ്ങൾ, സഭയുടെ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള എല്ലായിടത്തും കയറിയിറങ്ങി ഡിന്നറും ലഞ്ചുമെല്ലാം കഴിച്ചു. ഹൈന്ദവരായ മന്ത്രിമാരെ ഹൈന്ദവ ഭവനങ്ങളിലേക്ക് പ്രചാരണത്തിന് അയച്ചു. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരെ മുസ്ലിം ഭവനങ്ങൾ തെരഞ്ഞു പിടിച്ച് അങ്ങോട്ടേക്ക് അയച്ചു. അങ്ങനെ ജനങ്ങളെ വർഗീയമായി വിഭജിച്ച് നേട്ടം കൊയ്ത് സെഞ്ചുറി അടിക്കാമെന്നായിരുന്നു പിണറായിയുടെ സ്വപ്നം. അഹങ്കാരവും ധാർഷ്ട്യവും കൂടപ്പിറപ്പായ പിണറായും കൂട്ടരും കേരളയിൽ എന്ത് വില കൊടുത്തും നടപ്പാക്കുമെന്നാണ് തൃക്കാക്കരയിൽ പോലും പറഞ്ഞത്. വികസനത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിന് പകരം ഇസ്ലാമിക തീവ്രവാദത്തിന് സദാ കുഴലൂത്ത് നടത്തുന്ന പിണറായും കൂട്ടരും പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ വർഗീയ വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് വോട്ട് ചോദിച്ചു. തീർന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ തികഞ്ഞ ധാർഷ്ട്യത്തോടെ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന അത്യന്തം ഭീകരമായ മദ്യനയം അവതരിപ്പിച്ചു. അതിനിടയിൽ ഒരു അശ്ലീല വീഡിയോയുടെ പേരിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ജനാധിപത്യത്തിലെ ഏറ്റവും തരംതാണ കളിയായ കള്ളവോട്ട് വരെ അവർ പയറ്റി നോക്കി. പക്ഷേ അവസാനം അവർ തെരഞ്ഞെടുപ്പ് തോറ്റമ്പി എന്ന് മാത്രമല്ല, ഒരു ബൂത്തിൽ പോലും മുന്നേറ്റവും ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുത്തുപോലെയുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് CPM കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ബലൂൺ പോലെ പൊട്ടിപ്പോകുന്നതാണ് കേരളം ഇന്ന് കണ്ടത്. സഭയുടെ ആശീർവാദമുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ വേഗത്തിൽ ജയിച്ചു കയറാമെന്ന പിണറായിയുടെ വ്യാമോഹങ്ങളെയാണ് ഇന്ന് തൃക്കാക്കരക്കാർ കഴുമരത്തിലേറ്റിയത്. മഞ്ഞക്കുറ്റിയെല്ലാം കെട്ടിപ്പെറുക്കി ജോയുടെ തലയിൽ വെച്ചിട്ട് തൃക്കാക്കരക്കാർ പറഞ്ഞു, ലിസി ഹോസ്പിറ്റലിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. എന്തായിരിക്കും ഇടതുമുന്നണി തൃക്കാക്കരയിൽ തകർന്നടിയാൻ കാരണം?
ഇടത് നേതാക്കന്മാരായ ഇ.പി. ജയരാജനും പി. രാജീവും കോടിയേരി ബാലകൃഷ്ണനും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന്. മരുമോനും അക്കാര്യം തന്നെ ഊന്നിപ്പറഞ്ഞു. അത് അപ്പാടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത തൃക്കാക്കരയിലെ ജനം ഇടത് സർക്കാരിനെ വളരെ ആത്മാർത്ഥതയോടെ വിലയിരുത്തി. ജനങ്ങൾക്കിനി ഇത്തരം സർക്കാരിനെ വേണ്ടെന്ന്. ആ പ്രതികരണത്തിന്റെ ആദ്യപടിയാണ് തൃക്കാക്കരയിലെ ഇന്നത്തെ തോൽവി. വർഗീയവാദികളുടെ തോളിൽ കൈയിട്ട് കേരളത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർത്ത് അധിക നാൾ അധികാരത്തിൽ തുടരാൻ ഇനി പിണറായിക്കും കൂട്ടർക്കും കഴിയില്ല എന്ന് തൃക്കാക്കര അവരെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെയും മറ്റു ചില CPM നേതാക്കളുടെയും ധാർഷ്ട്യ മനോഭാവത്തിനും അഹങ്കാരത്തോടെയുള്ള സംസാര രീതികൾക്കുമുള്ള തിരിച്ചടി കൂടിയാണ് തൃക്കാക്കര ഫലം. എല്ലാറ്റിനും പുറമെ കേരളത്തെ തകർത്തെറിയാൻ തക്ക ശക്തിയുള്ള കേരയിൽ എന്ന തട്ടിപ്പ് പദ്ധതി കേരള ജനതയ്ക്ക് വേണ്ടേ വേണ്ട എന്ന് കൂടി പറയുകയാണ് തൃക്കാക്കരയിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയും. ഉമാ തോമസ് എന്ന മാന്യമായി പെരുമാറാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരിയുടെ വിജയം എന്ന് പറയുന്നതിനോടൊപ്പം ജയിച്ചത് മഞ്ഞക്കുറ്റി നാട്ടാൻ പോലീസിനെ കൊണ്ട് വീട് ചവിട്ടിപ്പൊളിച്ച ധിക്കാര ഭരണത്തോട് കടക്ക് പുറത്തെന്ന് കൽപ്പിച്ച പൊതുജനം കൂടിയാണ്. വർഗീയ തീവ്രവാദികളെ കേരള മണ്ണിൽ അഴിഞ്ഞാടാൻ അനുവദിച്ച പോലീസ് രാജിനോട് കേരളത്തിനുള്ള പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. KSRTC ജീവനക്കാരെ പോലും പട്ടിണിക്കിട്ട് കേരളിന്റെ പൊങ്ങച്ചം പറയുന്ന CPM ചാനൽ വക്താക്കളുടെ ജാടയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനം തകർത്തെറിഞ്ഞത്. ഇനി 2 വാക്ക് കോൺഗ്രസ് നേതാക്കളോട്. എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കാൻ ഉപകരിക്കുന്ന നെഹ്റു വിഭാവനം ചെയ്ത മതേതരത്വം വീണ്ടെടുക്കുക. ദയവായി ഒരു സമുദായത്തിന് മാത്രമായുള്ള പ്രീണനം വെടിയുക. പ്രവർത്തകരെ മാനിച്ച് സംഘടനയെ പടുത്തുയർത്തുക. എങ്കിൽ മാത്രം കോൺഗ്രസിന് കേരളത്തിൽ ഭാവിയുണ്ട്.